നമസ്കാരം. എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക്, ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷപരമായ വിഷയം 1201 ആണ്ട് മലയാള പുതുവർഷ ഫലമാണ് ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തൃക്കേട്ട നക്ഷത്രത്തെ പറ്റിയാണ് പറയുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വേഴം ഇവർക്ക് 8-ലാണ് നിൽക്കുന്നത്, അഷ്ടമത്തിലാണ്. അഷ്ടമത്തിൽ വേഴം നിന്നാൽ അത് ദൈവാധീനം കുറയും, അതാണ് കാണുന്നത്. അപ്പോൾ ദൈവികപരമായി എന്ത് കാര്യം ചെയ്യുമ്പോഴും അവിടെ അഷ്ടമത്തിൽ വേഴം നിൽക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് ദൈവാധീന കുറവാണ് അവിടെ കൂടുതലും ഉണ്ടാകാൻ സാധിക്കുക. അതിന് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ദോഷാനുഭവത്തിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും. അതോടൊപ്പം ശനി 5-ലാണ് ഇവർക്ക് നിൽക്കുന്നത്. ശനി 5-ൽ നിൽക്കുന്നാൽ അതും ദോഷമാണ്. 5 എന്ന് പറഞ്ഞാൽ സന്താന തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതാണ്, സന്താനങ്ങളെ കൊണ്ട് ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നതാണ്, സന്താനങ്ങൾക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ശനി 5-ൽ നിന്നാൽ അതും ദോഷമാണ്. രാഹു 4-ലാണ് പിന്നെ നിൽക്കുന്നത്. രാഹു 4-ൽ നിൽക്കുന്നത്, 4 എന്ന് പറഞ്ഞ കുടുംബമാണ്, മാതൃസ്ഥാനം കൂടിയാണ്. അപ്പം 4-ൽ രാഹു നിന്നാൽ കുടുംബത്തിലെ തർക്കങ്ങളും തർക്ക വിഷയങ്ങളും കുടുംബത്തിലെ കുടുംബസുഖമില്ലായ്മയും ഇതെല്ലാം 4-ലെ രാഹുവിനെ കൊണ്ടുണ്ടാവുന്നതാണ്. അതുകൂടാതെ മാതാവിൻ്റെ സ്ഥാനം കൂടി 4-ലുണ്ട്. അപ്പം 4 മാതാവിൻ്റെ സ്ഥാനത്ത് ചിന്തിച്ചാൽ മാതാവിന് ദുരിതങ്ങളും ദോഷങ്ങളും, അതുപോലെ ഈ നക്ഷത്രക്കാരന് മാതാവുമായിട്ട് തർക്കങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് മനക്ലേശങ്ങളോ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. മറ്റൊന്ന് കേതു 10-ലാണ് നിൽക്കുന്നത്. 10 എന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനമാണ്, പ്രവൃത്തിയുടെ സ്ഥാനമാണ്. 10 ജോലിയുടെ സ്ഥാനമാണ്. അപ്പോൾ 10-ൽ കർമ്മഭാഗത്ത് കേതു നിന്നാൽ അവിടെ തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാവും, കാര്യ തടസ്സങ്ങൾ ഉണ്ടാവും. എന്ത് ചെയ്താലും അവിടെ ദോഷങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ 10-ലെ കേതു തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരിക്കലും ഗുണത്തിൽ വരാൻ സാധ്യതയില്ല. അപ്പോൾ അവർക്ക്, ഇവരെ സംബന്ധിച്ച് വേഴം 8-ലും ശനി 5-ലും രാഹു 4-ലും കേതു 10-ലും നിൽക്കുന്നത് മൊത്തത്തിൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മലയാള പുതുവർഷ ഫലം 1201 ആണ്ട് മലയാള പുതുവർഷ ഫലം അത്ര ഗുണകരമല്ല എന്നാണ് ഇവിടെ കാണുന്നത്. ഇവർക്ക് പരിഹാരമായിട്ട് വിഷ്ണുപ്രീതിയും ശാസ്താപ്രീതിയും നാഗങ്ങൾക്ക് വഴിപാടും നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. വിഷ്ണുവിന് എന്താ ചെയ്യേണ്ടത്? വിഷ്ണുവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ കൃഷ്ണന് വ്യാഴാഴ്ച ദിവസങ്ങളിൽ കൃഷ്ണന് വഴിപാട് നടത്താം, വെണ്ണ നിവേദിക്കാം, തുളസിമാല ചാർത്താം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്താം, പാൽപ്പായസ നിവേദ്യം കൊടുക്കാം. ശാസ്താപ്രീതിക്കായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിന്, ശനീശ്വരന് എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നീരാഞ്ജനം, എള്ളു നിവേദ്യം, എള്ളു പായസം, ശനീശ്വര പൂജ ഇതെല്ലാം ശാസ്താവിന് ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് നാഗങ്ങളെ പ്രീതിപ്പെടുത്താൻ നാഗങ്ങൾക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിക്കാം. നാഗരാജാവേ, നാഗേക്ഷിയമ്മേ, നാഗത്താന്മാരെ, എൻ്റെ നാഗദോഷങ്ങളെല്ലാം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.